നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് പിയൂൺ ഒഴിവുകളിലേക്ക് 2025 പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ യോഗ്യത, ഒഴിവുകൾ, അപേക്ഷാ നടപടികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ബാങ്ക് ഓഫ് ബറോഡ സബോർഡിനേറ്റ് കേഡറിലുള്ള ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നിയമനം നടത്തുന്നതാണ് ഈ വിജ്ഞാപനം. ഇതൊരു സ്ഥിര നിയമനമായിരിക്കും. അപേക്ഷ അവസാനിക്കുന്ന തീയതി മെയ് 23 ഒഴിവുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കേരളം ഉൾപ്പെടെ മൊത്തം 500 ഒഴിവുകളാണുള്ളത്. അതിൽ കേരളത്തിൽ മാത്രം 19 ഒഴിവുകളുണ്ട്. SC 1, OBC 5, EWS 1, UR 12, എക്സ് സർവീസ്മാൻ 4 ഒഴിവുകളാണുള്ളത്. അതേപോലെ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും കൂടുതൽ ഒഴിവുകളുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ലഭ്യമാണ്. അപേക്ഷ പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. അതേപോലെ ഫീസും ഓൺലൈനായിട്ട് അടച്ച ശേഷം മാത്രമേ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതായിട്ട് കണക്കാക്കൂ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ID സൂക്ഷിച്ചു വെക്കുക. കാരണം അതിലൂടെയായിരിക്കും നമ്മുടെ പരീക്ഷ, കോൾ ലെറ്റർ മുതലായവയൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇമെയിൽ ID സൂക്ഷിച്ചു വെക്കുക. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. 18 മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് 1999 മെയ് 1 മുതൽ 2007 മെയ് 1 വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിൽ SC STക്ക് 5 വർഷം ഇളവുണ്ട്. OBC നോൺ ക്രിമിലെയർ ആണെങ്കിൽ 3 വർഷം, PWBDക്ക് 10 വർഷം ഇളവുണ്ട്. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിങ്ങൾ സർവീസ് നടത്തിയ ഇയേഴ്സ് പ്ലസ് 3 വർഷം കൂടി നിങ്ങൾക്ക് ഇളവ് ലഭിക്കും. വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൺ ആണെങ്കിൽ SC STക്ക് 40 വയസ്സ് വരെ ഇളവുണ്ട്. OBC ആണെങ്കിൽ 38 വയസ്സ് വരെ, ജനറൽ അല്ലെങ്കിൽ EWS ആണെങ്കിൽ 35 വയസ്സ് വരെ ഇളവ് ലഭിക്കും. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിന്റെ പ്രാദേശിക ഭാഷ വായിക്കുവാനും എഴുതുവാനും സംസാരിക്കാനും അറിവുണ്ടായിരിക്കണം. നിങ്ങൾ ഏത് സംസ്ഥാനത്തൊക്കെയാണ് അപേക്ഷിക്കുന്നത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഭാഷ വായിക്കാനും എഴുതുവാനും സംസാരിക്കാനും അറിവുണ്ടായിരിക്കണം. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശമ്പള സ്കെയിൽ വരുന്നത് തുടക്കത്തിൽ 19,500, പിന്നെ അങ്ങോട്ട് 37,815 വരെ ലഭിക്കും. അതേപോലെ വർഷാവർഷം ഇൻക്രിമെന്റ് ലഭിക്കും. അല്ലാതെ മറ്റ് ആനുകൂല്യങ്ങൾ DA, HRA, CCA, ട്രാൻസ്പോർട്ട് അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, നിങ്ങളുടെ ആശ്രിതരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് ലഭിക്കും. അതേപോലെ ഗ്രാറ്റുവിറ്റി, പെൻഷൻ സ്കീം, ലീവ് എൻകാഷ്മെന്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഹൗസ് ബിൽഡിംഗ് ലോൺ, അതേപോലെ സ്റ്റാഫ് വെൽഫെയർ സ്കീംസ് എന്നിവയും ലഭിക്കും. അപ്പോൾ അപേക്ഷിക്കുന്നവർ ഇന്ത്യയിലെ പൗരനാകണം. അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ഡിഗ്രി, PG ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ EWS വിഭാഗത്തിൽ അപേക്ഷിക്കണമെങ്കിൽ സർക്കാർ അംഗീകരിച്ച അതോറിറ്റികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതേപോലെ തന്നെ ഫീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 600+ ടാക്സ് ആണ് വരുന്നത്. അതേപോലെ SC ST, PWBD, എക്സ് സർവീസ്മാൻ, ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻ, അതേപോലെ സ്ത്രീകൾ എന്നിവർക്ക് 100+ ടാക്സ് ആണ് വരുന്നത്. ഇനി ഒരു പ്രീ എക്സാം ട്രെയിനിങ് ഉണ്ട്. SC ST, OBC, PWBD വിഭാഗക്കാർക്ക് ഇന്ത്യൻ ബാങ്ക് സൗജന്യ ഓൺലൈൻ പരിശീലനം നൽകുന്നുണ്ട്. അത് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ മെൻഷൻ ചെയ്യുക. സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ എക്സാം, അതിനുശേഷം ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് നടത്താം. അതേപോലെ തന്നെ ഓൺലൈൻ എക്സാമിന്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ നോളജ് ഉണ്ടാവും. അതേപോലെ എലിമെന്ററി അരിത്തമെറ്റിക്, സൈക്കോമെട്രിക് ടെസ്റ്റ്. അങ്ങനെ മൊത്തം 100 ചോദ്യങ്ങളും 100 മാർക്കിനായിരിക്കും. 80 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമിന് വരുമ്പോൾ കോൾ ലെറ്ററിനോടൊപ്പം തന്നെ നമ്മുടെ ID പ്രൂഫ്, അതേപോലെ ഓൺലൈൻ അപേക്ഷയിൽ കൊടുത്ത പോലത്തെ ഒരു ഫോട്ടോയും കൂടെ കയ്യിൽ വെച്ചിരിക്കുക. അപ്പോൾ തെറ്റായ ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. അതേപോലെ എഴുതാത്ത ചോദ്യങ്ങളാണെങ്കിൽ അതിനത് ബാധകമല്ല. അതേപോലെ കേരളത്തിൽ 2 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരവും കോഴിക്കോടും. അപേക്ഷ നൽകുമ്പോൾ അത് തിരഞ്ഞെടുക്കുക. പിന്നെ അത് മാറ്റാനുള്ള അപേക്ഷ സ്വീകരിക്കത്തില്ല. അതേപോലെ കട്ട് ഓഫ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സെക്ഷനിലും മിനിമം മാർക്കും ആകെ സ്കോറിൽ ബാങ്ക് നിശ്ചയിക്കുന്ന കട്ട് ഓഫ് മാർക്കും നേടണം. അപ്പോൾ സ്റ്റേറ്റ് വഴിയും അതേപോലെ കാറ്റഗറി വേയുമാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. കട്ട് ഓഫിൽ സെയിം മാർക്ക് കിട്ടിയാൽ വയസ്സിൽ മുതിർന്ന ആളെ ആയിരിക്കും ഫസ്റ്റ് പരിഗണിക്കുന്നത്. അതേപോലെ ഈ നേരത്തെ പറഞ്ഞ ഈ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചറാണ്. അതിൽ പാസ് മാർക്ക് മാത്രം മതി, അത് റാങ്കിൽ കണക്കാക്കില്ല. അപ്പോൾ ഈ ടെസ്റ്റ് പാസ്സായ ശേഷം മാത്രമാണ് പ്രൊഫഷണൽ സെലക്ഷൻ ഉണ്ടാകും.
ജോയിനിങ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് ആവശ്യമായ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികളും നിർബന്ധമായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അതെന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് നോക്കാം. ഇപ്പൊ ബാങ്ക് നൽകിയ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ കോൾ ലെറ്റർ, അതേപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട്, ജനനത്തെ തെളിയിക്കാനായിട്ട് SLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഫോട്ടോ ID പ്രൂഫ്, പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയുടെ സെമസ്റ്റർ ഇയർ വൈസ് മാർക്ക് ഷീറ്റുകളും ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും, പിന്നെ കാറ്റഗറി അനുസരിച്ചുള്ള രേഖകൾ, അതായത് SC ST OBC EWS സർട്ടിഫിക്കറ്റുകൾ, OBC നോൺ ക്രിമിനൽ ക്ലോസ് ഉള്ള സർട്ടിഫിക്കറ്റ് 1 വർഷത്തിനുള്ളിൽ എടുത്തതായിരിക്കണം. അതേപോലെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ബുക്ക്, പെൻഷൻ ഓർഡർ, റാങ്ക് പ്രൂഫ്, EWS ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, PWBD ആണെങ്കിൽ ഡിസ്ട്രിക്ട് ബോർഡിൽ നിന്നുള്ള തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ ഡിസബിലിറ്റി 40% ലെസ് താൻ ആണെങ്കിൽ എഴുത്തിന് ശേഷിയില്ലെന്ന മെഡിക്കൽ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, അതേപോലെ സ്ക്രൈബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വിശദവിവരങ്ങൾ അടങ്ങിയ ഫോം, ജോലി ചെയ്യുന്നവരാണെങ്കിൽ NOC, അതേപോലെ വിഡോസ് ഡിവോഴ്സ്ഡ് വുമൺ ആണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതേപോലെ ഡിവോഴ്സ്ഡ് സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ റിലീവിംഗ് ലെറ്റർ, മറ്റ് അനുബന്ധ രേഖകൾ ആവശ്യമാണ്. www.bankofbaroda.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ ഫീസ് ഓൺലൈൻ വഴി തന്നെ പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് കഴിഞ്ഞാൽ കിട്ടുന്ന അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ അറിയിപ്പുകൾ, പരീക്ഷാ ദിവസവും മറ്റു വിവരങ്ങളും എല്ലാം ഈ സൈറ്റിലൂടെ ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വരുമെന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.